ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്താണത് ശരിക്കും? ആക്ച്വലി പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള അവസ്ഥ എന്ന് പറയാം. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സയൻറ്റിഫിക്കൽ ടേമാണ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്രീ ഡയബറ്റീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ഡയബറ്റീസും ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന 3 ടെസ്റ്റുകളാണ്. ഇപ്പോൾ ഒന്ന് നമ്മൾ പറയുവാണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ നോർമൽ ആളുകൾക്ക് പറയുന്നത് 70 to 100 റേഞ്ചിലാണ്. അപ്പോൾ ഇപ്പോൾ 70 to 100 റേഞ്ചിൽ നമ്മൾ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നു. 100 മോളിൽ പോകുമ്പോൾ, അതായത് 100 to 125 വരെ നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നു. 126 ഓർ എബോ, അതായത് 126ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഡയബറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, പോസ്റ്റ് പ്രാൻഡിൽ ബ്ലഡ് ഗ്ലൂക്കോസ്. നമ്മൾ പോസ്റ്റ് പ്രാൻഡിൽ പറയുമെങ്കിലും നമ്മൾ WHO ഗൈഡ് ലൈൻസ് പ്രകാരവും ADA ഗൈഡ് ലൈൻസ് പ്രകാരം അവർ പറയുന്നത് നമ്മൾ 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തിട്ട് നമ്മൾ 2 hours കഴിഞ്ഞ് ഗ്ലൂക്കോസ് നോക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ നോർമൽ ആൾക്കാർക്ക് അത് 140 താഴെ നിൽക്കണം. പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് ചിലപ്പോൾ 141 to 199 റേഞ്ചിലായിരിക്കും. ഡയബറ്റീസ് ഉള്ളവർക്ക് അത് 200 മുകളിലായിരിക്കും, 200 ഓർ മോർ. അതേപോലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇത് രണ്ടും പലർക്കും ചെയ്യാൻ പലപ്പോഴും സാധിക്കത്തില്ല. അപ്പോൾ കാരണം നമ്മളൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ചെയ്യാനായിട്ട് നമുക്കൊരു 8 to 10 hours ഫാസ്റ്റിംഗ് വേണം. അതേപോലെ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു മെനക്കേടാണ് അല്ലേ. ഒരു ഗ്ലൂക്കോസ് കഴിച്ചിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് HbA1c. അപ്പോൾ HbA1c നമുക്ക് ഫാസ്റ്റിംഗ് ടെസ്റ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ HbA1c ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ ആൾക്കാർക്ക് HbA1c ഒരു 5.6 താഴെ നിൽക്കും. 5.7 to 6.4 പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നു. 6.5 ഓർ എബോ ആണെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രീ ഡയബറ്റീസ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് ഓൾറെഡി പാൻക്രിയാസിന് ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു റിവേഴ്സിബിൾ സ്റ്റേജാണ്. ഈ സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. പ്രീ ഡയബറ്റീസിൽ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസിലേക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു വാണിംഗ് ഒരു സൈനും കൂടെയാണ്. അത് പ്രീ ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ ഡയബറ്റീസിലേക്ക് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്റ്റഡീസ് പറയുന്നതാണെങ്കിൽ ഒരു പ്രീ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് നെക്സ്റ്റ് 5 yearsൽ 25% ആൾക്കാർക്ക് ഡയബറ്റീസ് വരാം. അത് നെക്സ്റ്റ് 10 yearsൽ 50% ആൾക്കാർക്കും ഡയബറ്റീസ് വരാമെന്നുള്ളതാണ്.